2025 മാർച്ച് 18 12,13,47,491 മൈൽസ് ദൂരവും 4,576 തവണ ഭൂമിയെ വലം വെച്ചും 286 ദിവസം സ്പേസിൽ ചെലവഴിച്ചും ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ബുച്ച് വിൽമോറും മെക്സിക്കൻ ഉൾക്കടലിൻ്റെ തീരത്ത് ക്രൂ 19 മിഷൻ പൂർത്തീകരിച്ച് തിരിച്ചിറങ്ങി. എന്തിനു വേണ്ടിയായിരുന്നു ഈ യാത്രകളെല്ലാം? ഹൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഭാഷ് ചന്ദ്ര ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 286 ദിവസങ്ങളായി ഈ ലോകത്തിലെ ശാസ്ത്രാന്വേഷികൾ മുതൽ സാധാരണ ജനങ്ങൾ വരെ വളരെ ടെൻഷനോടെ കാത്തിരുന്ന നിമിഷമായിരുന്നു സുനിത വില്യംസിൻ്റെയും ബുച്ച് വിൽമോറിൻ്റെയും മടങ്ങി വരവെന്നുള്ളത്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ, ആദ്യത്തെ വനിതാ സഞ്ചാരി വാലന്റീന തെരഷ്കോവ് മുതൽ സുനിത വില്യംസ് വരെ എത്തി നിൽക്കുന്നതാണ് ബഹിരാകാശ യാത്രയുടെയും പഠനത്തിൻ്റെയും നമ്മുടെ കാലഘട്ടം എന്നുള്ളത്. എന്തിനു വേണ്ടിയായിരുന്നു ഇവരൊക്കെ ഈ ബഹിരാകാശ യാത്ര നടത്തിയത്? നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ മറ്റു വിദേശ രാജ്യങ്ങളിലേക്കോ മറ്റും മൈഗ്രേറ്റ് ചെയ്യപ്പെടാറുണ്ട്. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ പലപ്പോഴും അതിലൊരു പക്ഷം ആൾക്കാർ ചിലപ്പോൾ അവിടെ തന്നെ ഒരു സ്ഥിരം സംവിധാനം കണ്ടെത്താനും താമസിക്കാനും ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ബഹിരാകാശത്ത് നിരന്തരമായ യാത്ര നടത്തിയ പല രാജ്യങ്ങളും പിന്നീട് ബഹിരാകാശത്ത് ഒരു സ്ഥിര സംവിധാനം ഉണ്ടാക്കിയെടുക്കണം എന്നൊരു ആശയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അത്തരത്തിലുള്ള ഒരു ആശയത്തിൻ്റെ ഭാഗമായി ഒരു സംയുക്ത സംരംഭം എന്ന നിലക്കാണ് 1998 ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ISS എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാകുന്നത്. അമേരിക്കൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള നാസ, റഷ്യൻ സ്പേസ് ഏജൻസിയായ റോസ്കോമോസ്, ജപ്പാൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള ജാക്സ, യൂറോപ്യൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള ഇസ, കനേഡിയൻ സ്പേസ് ഏജൻസിയായ CSA ഇവരുടെ സംയുക്ത സംരംഭം എന്ന നിലക്കാണ് ഒരു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആദ്യമായിട്ട് ഈ ലോകത്ത് നിലവിൽ വരുന്നത്. മനുഷ്യരെ എന്നും കൗതുകമുണർത്തുന്ന കാഴ്ചകളായിരുന്നു ആകാശത്തുണ്ടായിരുന്നത്. ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യൻ അത് വിശ്വാസമായിട്ടും അവിശ്വാസമായും കണക്ട് ചെയ്തുകൊണ്ട് അവൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് മനുഷ്യന് സ്വാഭാവികമായും അതിനെ കീഴ്പ്പെടുത്താനുള്ള, അതിനെ കടത്തിവെട്ടാനുള്ള ആഗ്രഹങ്ങളിലേക്ക് മനുഷ്യൻ കടന്നു. അതിർവരമ്പുകളില്ലാത്ത ആകാശത്തിൻ്റെ സീമകൾ ഭേദിക്കാൻ മനുഷ്യൻ യാത്ര പുറപ്പെട്ടു. അങ്ങനെ മനുഷ്യൻ ബഹിരാകാശങ്ങളും ചന്ദ്രനും ഒക്കെ കീഴടക്കി യാത്ര തിരിച്ചു. പിന്നീട് മാനവരാശിക്ക് ഉതകുന്ന രീതിയിൽ ഇതിനെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നായി മനുഷ്യൻ്റെ ചിന്ത. ആ രീതിയിൽ ഓരോ ബഹിരാകാശ യാത്രകളും മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് പിന്നീട് മനുഷ്യൻ ഉപയോഗിച്ചത്. ഭൗതികശാസ്ത്രം, ജീവശാസ്ത്രം, ജ്യോതിശാസ്ത്രം, അതുപോലെ തന്നെ കാലാവസ്ഥാ ശാസ്ത്രം, ഇതിലെല്ലാം തന്നെ മനുഷ്യൻ ഇത്തരത്തിലുള്ള ബഹിരാകാശ യാത്രകളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. ഇന്ന് മനുഷ്യൻ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഈ ബഹിരാകാശ യാത്രകളും ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്തുന്നത്. ഗുരുത്വാകർഷണ ബലമില്ലാത്ത ഒരു സ്ഥലത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും? ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സസ്യം എങ്ങനെയാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇല്ലാത്ത സ്ഥലത്ത് വളരുക, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ മാറ്റങ്ങളാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇല്ലാത്ത സ്ഥലത്ത് സംഭവിക്കുന്നത്, മെറ്റീരിയലിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനുഷ്യൻ ഇവിടെ വെച്ച് പഠിക്കാൻ വേണ്ടി ആരംഭിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് അത് മെഡിക്കൽ രംഗത്താണ്. ക്യാൻസർ പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് ഇത് വളരെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. ഗുരുത്വാകർഷണ ബലമില്ലാത്ത ഒരു സ്ഥലത്ത് കോശങ്ങൾക്കുണ്ടാകുന്ന, ക്യാൻസർ സെല്ലുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഏത് രൂപത്തിലാണ് എന്നൊക്കെ മനുഷ്യൻ പഠിക്കാൻ ആരംഭിച്ചു. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആഗ്രഹമായിരുന്നു ചന്ദ്ര പര്യവേഷണം എന്നുള്ളത്. അതിനുവേണ്ടിയുള്ള ഒരു പരീക്ഷണശാലയായിട്ട് ഈ സ്പേസ് സെൻറ്ററിനെ മനുഷ്യൻ മാറ്റുകയുണ്ടായി. നമുക്കറിയാം, ഇത്തരം സംരംഭങ്ങളെല്ലാം തന്നെ പല രാജ്യങ്ങളും സംയുക്തമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിനും ഇത് കാരണമായി തീർന്നു. ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായത്. ഇന്ന് ഇതൊക്കെ കഴിഞ്ഞ് സ്പേസ് ടൂറിസത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് നാം മാറിയിരിക്കുകയാണ്. എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് എന്ന കമ്പനിയും വേർജിനും ബ്ലൂ ഒറിജിനും ഒക്കെ ഇന്ന് ബഹിരാകാശ ടൂറിസം രംഗത്തേക്ക് മനുഷ്യരെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങര അതിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കുകയുണ്ടായി. കരിയർ മേഖലയിലാകട്ടെ സ്പേസ് റിസർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ തുറന്നു തരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയൊരു വീഡിയോ പിന്നീട് ഞാൻ ചെയ്യുന്നതായിരിക്കും.
ബഹിരാകാശ യാത്രകളും ചാന്ദ്രയാത്രകളും ചൊവ്വ യാത്രകളും നടത്തി മുന്നേറുന്ന മനുഷ്യൻ ഈ കൊച്ചു ഭൂമിയെ നോക്കി കാണുമ്പോൾ അവിടെ അതിർവരമ്പുകളില്ലാത്ത, നിറമോ ജാതിയോ രാഷ്ട്രീയമോ ഇല്ലാത്ത സാധാരണ മനുഷ്യരാണ് എല്ലാവരും. ഇത്തരത്തിൽ വിശാലമായ കാഴ്ചപ്പാടുണ്ടാക്കാൻ സുനിത വില്യംസിൻ്റെയും ബുച്ച് വിൽമോറിൻ്റെയും യാത്രകൾ നമുക്ക് പ്രചോദനമാവട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമേ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നതിന് ബെൽ ഐക്കൺ അമർത്തുക. താങ്ക്